എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണ വിഷയം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ദിനാചരണ വിഷയം എന്താണ്? 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണ വിഷയം എന്താണ്? എ പ്രസ് ഫോർ ദ പ്ലാനറ്റ്, Journalism in the face of the environmental crisis. A press for the planet, journalism in the face of the environmental crisis. മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. എന്നാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം? മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തെയാണ്, കേരളത്തിലെ അല്ല. രാജ്യത്തെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോ. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. ഷെയ്ൻ വാട്സൺ. ഐസ്ലൻഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് ഹല്ല തോമസ് ദോതിർ. ഹല്ല തോമസ് ദോതിർ. ഒന്നുകൂടി. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണ വിഷയം എ പ്രസ് ഫോർ ദ പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദ എൻവയോൺമെന്റൽ ക്രൈസിസ്. മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് മെക്സിക്കോയിൽ. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. ഐസ്ലൻഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് ഹല്ല തോമസ് ദോതിർ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്ത്? 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് റെമാൽ. റെമാൽ. ആരാണ് പേര് നൽകിയത്? ഒമാനാണ് പേര് നൽകിയത്. ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര്? 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ശ്രീനിവാസ് ആർ കുൽക്കർണി. ശ്രീനിവാസ് ആർ കുൽക്കർണി. കിഴക്കിന്റെ നോബേൽ എന്നാണ് ഷാ പ്രൈസ് അറിയപ്പെടുന്നത്. ഷാ പ്രൈസ് അറിയപ്പെടുന്നത് എന്താണ്? കിഴക്കിന്റെ നോബേൽ എന്നാണ് ഷാ പ്രൈസ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം ഏത്? ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം ഏത്? സ്പെയിൻ. സ്പെയിൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം. ഒന്നുകൂടി. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് റെമാൽ. ഒമാനാണ് പേര് നൽകിയത്. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ശ്രീനിവാസ് ആർ കുൽക്കർണി. കിഴക്കിന്റെ നോബേൽ എന്നാണ് ഷാ പ്രൈസ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം സ്പെയിൻ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? BRP ഭാസ്കർ. BRP ഭാസ്കർ. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏത്? ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സെമരു അഗ്നിപർവ്വതം. സെമരു അഗ്നിപർവ്വതം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.